ഒരു വാട്ടെ ഈറ്റിനിടെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തേങ്ങാ ചമ്മന്തിയായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ തന്നെ എടപ്പള്ളി ലുലുവിലോട്ടാണ് പോയത്. എനിക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവിടെ എത്തി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലുലുവിൽ വരുന്നത് കേട്ടോ. ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷം ഞാനത് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ തന്നെ അവിടെ ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നി. അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ അവിടെ കുറച്ച് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ പഴയ സെക്ഷനിലോട്ട് പോയി. പഴയ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അങ്ങനെ അവരെയൊക്കെ ആയിട്ട് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ചായ കുടിക്കാനുള്ള സമയമായി. ഞാൻ ചൂടുള്ള നല്ല ജിഞ്ചർ ചിക്കനും ചായയും മേടിച്ചിട്ട് കഴിച്ചിട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഞാൻ കഴിക്കുന്നത്. എന്തായാലും നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ച് കറങ്ങി നടന്നിട്ട് നേരെ തന്നെ വീട്ടിലോട്ട് വരണമല്ലോ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോന്നു. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ചായ കുടിക്കണ നേരമായിരുന്നു. പക്ഷേ നല്ല ചൂടായിരുന്നതുകൊണ്ട് ഞാനൊരു നല്ല തണുത്ത ലൈം ജ്യൂസ് മേടിച്ച് കുടിച്ചു. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല, നമുക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് തട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കാറായി. അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല ആവി പറക്കണ വെജിറ്റബിൾ കറിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ വറുത്തതും കൂടി എടുത്തു. എന്നിട്ട് വീടിൻ്റെ പുറത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് രാത്രി. ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ വീട്ടിൽ പുറത്തിരുന്ന് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ വീടിന് പുറത്തിരുന്നിട്ട് നന്നായിട്ട് നല്ല ചൂടുള്ള ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ടാറ്റാ.